ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫസ്റ്റ് ടൈം എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. ബേസിക് സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതേപോലെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സെപ്റ്റംബറിലെ 2024 ഓണം എക്സാമിൻ്റെ എല്ലാ സബ്ജക്റ്റിൻ്റെയും ആൻസർ കീ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. ക്ലാസ് 7 ഓണം എക്സാം 2024 എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. പരീക്ഷ കഴിയുന്നതിനനുസരിച്ച് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ബേസിക് സയൻസിലെ കുറച്ച് ചോദ്യോത്തരങ്ങൾ നോക്കാം. ബേസിക് സയൻസിലെ 4 ചാപ്റ്ററിൻ്റെയും ചാപ്റ്റർ വൈസ് എക്സ്പ്ലനേഷൻ മലയാളവും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസറും ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ക്ലാസ്സും കാണാൻ ശ്രമിക്കുക. ചാപ്റ്റർ നല്ലോണം വായിക്കുക. ഓക്കെ. Classify the following as possible for layering in air and serpentine layering. ഇപ്പോൾ 2 തരം ലെയറിംഗ് ഉണ്ട് നമ്മൾ പഠിച്ചു. എയർ ലെയറിങ്ങും അതേ തന്നെ സർപ്പൻറ്റൈൻ ലെയറിങ്. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ പിക്ക് ചെയ്ത് എഴുതാനാണ് പറഞ്ഞത്, ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. ഗുവ, ജാസ്മിൻ, ലില്ലി, കാഷ്യൂ ട്രീ, പെപ്പർ, സപ്പോട്ട, ഗ്രേപ്സ്, ഫിഗ്, ആൽമണ്ട്, ബോഗൺവില്ല, ജാവ, ആപ്പിൾ, ക്രൈസ്റ്റാൻഡ്രം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. അപ്പോൾ എയർലൈൻ എന്ന് പറയുന്നത് ഗോവ, കാഷ്യൂ ട്രീ, സപ്പോട്ട, ഫിഗ്, ആൽമണ്ട്, ജാവ, ആപ്പിൾ. സർപ്പൻറ്റൈൻ ലെയറിംഗ് എന്ന് പറയുന്നത് ജാസ്മിൻ, ലില്ലി, പെപ്പർ, ഗ്രേപ്സ്, ബോഗൺവില്ല, ക്രീം. നമുക്ക് കുറച്ച് ഹൈബ്രിഡ് സീഡ്സിനെ പരിചയപ്പെടാം. ചിലപ്പോൾ ഇത് ചോദിച്ചേക്കാം. ചില്ലിയുടെ പേരാണ് ഉജ്ജ്വല ജ്വാലാമുഖി. അപ്പോൾ ഉജ്ജ്വല ജ്വാലാമുഖി എന്നൊക്കെ പറയുന്നത് എന്താണ്? ചില്ലിയുടെ ഹൈബ്രിഡ് സീഡ്സിൻ്റെ പേരാണ്. അപ്പോൾ ചില്ലി വരുന്ന ഉജ്ജ്വല ജ്വാലാമുഖി. അതേപോലത്തെ പയർ ജ്യോതിക ഭാഗ്യലക്ഷ്മി. എന്താണ്? ജ്യോതിക ഭാഗ്യലക്ഷ്മി. പാടി വരുന്നത് പവിത്രയും അന്നപൂർണയുമാണ്. കോക്കനട്ട് ചന്ദ്രശേഖര ചന്ദ്രശങ്കർ. പിന്നെ അതേപോലെ ലേഡീസ് ഫിംഗർ സൽകീർത്തി കിരൺ. അപ്പോൾ ചില്ലിയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉജ്ജ്വല ജ്വാലാമുഖി. അതേപോലെ പാടി ഇമ്പോർട്ടൻ്റ് ആണ്. ലേഡീസ് ഫിംഗർ സൽകീർത്തി ഓർമ്മിച്ച് വെക്കുക. ഇനി അടുത്തത് വിച്ച് എമംഗ് ദ ഫോളോയിങ് സബ്സ്റ്റൻസ് ക്യാൻ ടേൺ ബ്ലൂ ലിറ്റ്മസ് റെഡ്. ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആകുന്നതിൽ ഇതിലേതാണെന്നാണ് ചോദിച്ചത്. ഓറഞ്ച് ഉണ്ട്, റൈസ് ഉണ്ട്, ബ്ലാക്ക് ടീ ഉണ്ട്, ബിലിംബി ജ്യൂസ് ഉണ്ട്, ഗ്രേപ്പ് ജ്യൂസ് ഉണ്ട്, ടൊമാറ്റോ ജ്യൂസ്, കോക്കനട്ട് വാട്ടർ. അപ്പോൾ ഇതിൽ ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കുന്നത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം? ഓറഞ്ച് ജ്യൂസ്, ബിലിംബി, ഗ്രേപ്പ് ജ്യൂസ്, ടൊമാറ്റോ ജ്യൂസ്. These have salt so they can contain acid. Acid turns blue litmus red. അപ്പോൾ ആസിഡാണ് ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കുന്നത്. ഇതിലൊക്കെ എന്തടങ്ങിയിട്ടുണ്ട്? ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഇനി ഓരോ ആസിഡിലും അടങ്ങിയിരിക്കുന്ന ആസിഡിൻ്റെ പേര് എഴുതാൻ വരും. അപ്പോൾ ബട്ടർ മിൽക്കിലും കേർഡിലൊക്കെ അടങ്ങിയിരിക്കുന്ന ഏതാണ്? ലാക്റ്റിക് ആസിഡാണ്. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന അസറ്റിക് ആസിഡാണ്. ലെമണിൽ അടങ്ങിയിരിക്കുന്നത് സിട്രിക് ആസിഡാണ്. ടാമറിൻഡ് പുളിയിൽ അടങ്ങിയിരിക്കുന്ന ടാറ്റാറിക് ആസിഡാണ്. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്നത് മാലിക് ആസിഡാണ്. അതൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ഇനി മിൽക്ക് എങ്ങനെയാണ്? ഹൗ ഡസ് മിൽക്ക് ടേൺ ആസിഡിക് വെൻ ഇറ്റ് ബിക്കംസ് കേർഡ്. തൈരാകുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നതെന്നും. എ ലിറ്റിൽ കേർഡ് ഈസ് ആഡഡ് ടു മിൽക്ക് ടു ടേൺ ഇറ്റ് ടു കേർഡ്. അപ്പോൾ മിൽക്കിലേക്ക് കുറച്ചൊരു തൈര് ആഡ് ചെയ്യും. എന്തിനാണ്? മൊത്തം തൈരാകാൻ വേണ്ടിയിട്ട്. അതെന്തിനാണ്? കാഡ് കണ്ടെയ്ൻസ് എ ബാക്ടീരിയ കോൾഡ് ലാക്ടോബാസിലിസ്. ലാക്ടോബാസിലിസ് എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ട്. ദ ലാക്റ്റിക് ആസിഡ് ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് വെൻ ദീസ് ബാക്ടീരിയ നറിഷ് ദംസെൽസ് വിത്ത് മിൽക്ക് ഗിവ്സ് കേർഡ് ഇറ്റ്സ് സോർ ടേസ്റ്റ്. അപ്പോൾ ലാക്റ്റിക് ആസിഡ് ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് വെൻ ദീസ് ബാക്ടീരിയ നറിഷ് ദംസെൽസ് വിത്ത് മിൽക്ക്. അപ്പോൾ ലാക്റ്റിക് ആസിഡാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് പ്രിക്കോഷൻസ് ഷുഡ് വി ടേക്ക് ടു അവോയ്ഡ് ആക്സിഡൻറ്റ്സ് വൈൽ ഹാൻഡ്ലിംഗ് കെമിക്കൽസ്? അവോയ്ഡ് സ്പില്ലിംഗ് ഓൺ ബോഡി പാർട്സ്. ഡോണ്ട് ടച്ച് വിത്ത് ഹാൻഡ്സ്. ഡോണ്ട് സ്മെൽ. ഡോണ്ട് ടേസ്റ്റ്. യൂസ് എ ഡ്രോപ്പർ വൈൽ ടേക്കിംഗ് ഔട്ട് ആസിഡ് ഫ്രം എ ബോട്ടിൽ. യൂസ് എ ഹോൾഡർ വൈൽ യൂസിങ് എ ടെസ്റ്റ് ട്യൂബ്. എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അവോയ്ഡ് സ്പില്ലിംഗ് ഓൺ ബോഡി പാർട്സ്. ഡോണ്ട് ടച്ച് വിത്ത് ഹാൻഡ്സ്. ഡോണ്ട് സ്മെൽ. ഡോണ്ട് ടേസ്റ്റ്. യൂസ് എ ഡ്രോപ്പർ വൈൽ ടേക്കിംഗ് ഔട്ട് ആസിഡ് ഫ്രം എ ബോട്ടിൽ. യൂസ് എ ഹോൾഡർ വൈ യൂസിങ് എ ടെസ്റ്റ് ട്യൂബ്. ഇനി ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ ആസിഡ് എടുക്കുമ്പോൾ. ഇനി എങ്ങാനും ആസിഡ് അങ്ങ് വീണ് പോയാൽ എന്താ ചെയ്യേണ്ടത്? സ്ട്രോങ് ആസിഡ് ക്യാൻ അബ്സോർവ് വാട്ടർ ആൻഡ് ലിബറേറ്റ് ഹീറ്റ്. They can cause burns if they get spilled on the body. Pouring cold water on the affected area for a long time is the first aid. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? pouring cold water, തണുത്ത വെള്ളം നല്ലോണം ഒഴിക്കാം.
ഇഫ് ദ ബേൺ ഈസ് സിവിയർ ദ പേഴ്സൺ ഷുഡ് ബി ടേക്കൻ ടു ഹോസ്പിറ്റൽ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. ഇനി ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്, ഇതെങ്ങനെ ക്വസ്റ്റ്യൻ വരാമെന്ന് വെച്ചാൽ ആസിഡിൻ്റെയും ബേസിൻ്റെ കുറേ പ്രോപ്പർട്ടീസ് തരും. അതിൽ ആസിഡ് ബേസ് ഏതൊക്കെയാണെന്ന് തരംതിരിച്ച് എഴുതാൻ ഉണ്ടാവും. അപ്പോൾ ആസിഡിൻ്റെ ജനറൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് സോട്ടേസ്റ്റ് ഉണ്ടാവും, ടേൺ ബ്ലൂ, ലിറ്റ്മസ് റെഡ്. ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കും. റിയാക്ട്സ് വിത്ത് മെറ്റൽ ടു പ്രൊഡ്യൂസ് ഹൈഡ്രജൻ. മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യും. ഇനി അടുത്തത് ഏതർ വെസൽസ് ആർ കോമൺലി യൂസ്ഡ് ടു കുക്ക് ഡിഷസ് വിത്ത് കേർഡ് ആൻഡ് ബട്ടർ മിൽക്ക്. അതെന്താ കാരണം, നമ്മുടെ മണ്ണുകൊണ്ടുള്ള പാത്രങ്ങളാണ് ഈ കേർഡും മിൽക്കും കൊണ്ടുള്ള വിഭവങ്ങൾ പാകം ചെയ്യാൻ ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ലാക്റ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ലാക്റ്റിക് ആസിഡ് ഈ മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ അവിടെ എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലംസ് ഉള്ള പ്രോഡക്ട്സ് ഉണ്ടാവും. ഓക്കെ, കേർഡ് ആൻഡ് ബട്ടർ മിൽക്ക് കണ്ടെയ്ൻ ലാക്റ്റിക് ആസിഡ്. ലാക്റ്റിക് ആസിഡ് റിയാക്ട്സ് വിത്ത് മെറ്റാലിക് vessels and causes corrosion. This will cause health problems. So other vessels are suitable for cooking dishes with curd and buttermilk. ഇനി ആസിഡിൻ്റെ ഉപയോഗങ്ങളാണ്. അസറ്റിക് ആസിഡ് എന്തിനൊക്കെ, പിക്കിൾ മേക്കിംഗ്, കുക്കിംഗ്, ഫുഡ് പ്രോസസ്സിങ്. ഫോർമിക് ആസിഡ് ഉപയോഗിക്കുന്നത് ഫോർ തിക്കനിങ് ലാറ്റക്സ്. സിട്രിക് ആസിഡ് ടു മേക്ക് ഡ്രിങ്ക്സ്. സൾഫ്യൂരിക് ആസിഡ് ഇൻ മോട്ടോർ വെഹിക്കിൾ ബാറ്ററീസ് ആൻഡ് ഫോർ മാനുഫാക്ചറിങ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. നൈട്രിക് ആസിഡ് ടു മേക്ക് കെമിക്കൽ ഫെർട്ടിലൈസർ, പെയിൻറ്റ്, ഡൈസ്. ടാനിക് ആസിഡ് ടു മേക്ക് ലെതർ ആൻഡ് ഇങ്ക്. കാർബോണിക് ആസിഡ് സോഫ്റ്റ് ഡ്രിങ്ക് ആൻഡ് സോഡ വാട്ടർ. ഇതിൽ കാർബോണിക് ആസിഡ് ഇമ്പോർട്ടൻ്റ് ആണ്. സോഫ്റ്റ് ഡ്രിങ്കിലും സോഡ വാട്ടറിലും ഉപയോഗിക്കുന്ന ആസിഡ് കാർബോണിക് ആസിഡാണ്. Suggest a method to prepare hydrogen in the laboratory. Write any characteristic of hydrogen. When acid react with soft metal, hydrogen is formed. നമ്മൾ പഠിച്ച ആസിഡ് എന്താണ് റിയാക്ട് ചെയ്യുമ്പോൾ, മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ഹൈഡ്രജൻ ഉണ്ടാവുന്നുണ്ട്. ഹൈഡ്രജൻ ക്യാൻ ബി പ്രിപ്പയർഡ് ഇൻ ദ ലബോറട്ടറി ബൈ റിയാക്ടിങ് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് വിത്ത് മെറ്റൽസ് ലൈക്ക് സിങ്ക്, മെഗ്നീഷ്യം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാം, റിയാക്ടിങ് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡിനെ മെറ്റൽസ് ആയിട്ട് യോജിപ്പിച്ചിട്ട് നമുക്ക് ഹൈഡ്രജൻ ഉണ്ടാക്കാം. ഹൈഡ്രജൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ഈസ് ഇൻഫ്ലമേബിൾ, ഇറ്റ് ഈസ് ദ ലൈറ്റസ്റ്റ് ഗ്യാസ്. ഇവിടെ നോക്കുക, ആർ ദ ഫോളോയിങ് സർക്യൂട്ട് ക്ലോസ്ഡ് ഓപ്പൺ. ഇത് ക്ലോസ്ഡ് ആണോ ഓപ്പൺ ആണോ? വൈ. നെയിം ദ ഡിവൈസ് വിച്ച് യു യൂസ്ഡ് ടു മേക്ക് എ സർക്യൂട്ട് ക്ലോസ് ഓർ ഓപ്പൺ വെൻ റിക്വയർഡ്. അപ്പോൾ ഇത് ക്ലോസ്ഡ് ആണോ ഓപ്പൺ ആണോ? ഇവിടെ കണ്ടാൽ തന്നെ അറിയാം സർക്യൂട്ട് 1 ഓപ്പൺ ആണ്, ഇത് ക്ലോസ്ഡ് ആണ്. ഓക്കെ, സർക്യൂട്ട് 1 ഈസ് ഓപ്പൺ ബിക്കോസ് ദ സർക്യൂട്ട് ഈസ് നോട്ട് കംപ്ലീറ്റ്, ബൾബ് ഡസിൻ ഗ്ലോ. അപ്പോൾ ഇതിലെന്താണ്, ഓപ്പൺ സർക്യൂട്ടിൽ ഒരിക്കലും ബൾബ് ഗ്ലോ ചെയ്യില്ല. ദിസ് ഈസ് ഇൻ ദ കേസ് ഓഫ് ക്ലോസ് സർക്യൂട്ട് ക്ലോസ്ഡ് ആണ്, ബിക്കോസ് ദ സർക്യൂട്ട് ഈസ് കംപ്ലീറ്റ്, ബൾബ് ഗ്ലോസ്. ക്വസ്റ്റ്യൻ നോക്കുക, ഈ ഡയഗ്രാം ശ്രദ്ധിക്കുക. ഇൻ ദ ഡയഗ്രാം ഓഫ് ദ സർക്യൂട്ട് വാട്ട് ടു ദ പാർട്സ് 1, 2, 3. ഇതിൽ 1, 2, 3 ഏതാണെന്ന് എഴുതുക. ഈസ് ദ സർക്യൂട്ട് ഓപ്പൺ ഓർ ക്ലോസ്ഡ്? ഇത് ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ? വാട്ട് ഈസ് ദ റിക്വയർമെൻറ്റ് ഓഫ് എ സ്വിച്ച് ഇൻ ദ സർക്യൂട്ട്? സർക്യൂട്ടിൽ സ്വിച്ചിൻ്റെ ആവശ്യം എന്താണ്? അപ്പോൾ ഇതെന്തൊക്കെയാണ്? ഒന്ന് ഗ്ലോയിങ് ബൾബാണ്, പിന്നെ സ്വിച്ചാണ്, ബാറ്ററിയാണ്. ഓക്കെ, ബാറ്ററി ഇതാണ്, സ്വിച്ച് ഇതാണ്, ഗ്ലോയിങ് ബൾബാണ്. പിന്നെ ഇതെന്താണ്? Is the circuit is open or closed? ഇത് ക്ലോസ്ഡ് ആണല്ലേ. വാട്ട് ഈസ് ദ റിക്വയർമെൻറ്റ് ഓഫ് ദ സ്വിച്ച് ഇൻ ദ സർക്യൂട്ട്? സർക്യൂട്ട് എന്തിന്, സർക്യൂട്ട് സ്വിച്ച് എന്തിനാണ് ഉപയോഗിക്കുന്നത്? സ്വിച്ച് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു മേക്ക് ദ സർക്യൂട്ട് ഓർ വർക്ക് ഓൺലി വെൻ നീഡഡ്.